കേരള സർവകലാശാലയിൽ പരസ്പരം പഴിചാരി സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും. സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാതായതിനു പിന്നാലെ വൈസ് ചാൻസലർക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തു വന്നു. വിസിയുടെ നിർദ്ദേശപ്രകാരം താക്കോൽ എടുത്തു മാറ്റി എന്നാണ് ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വിസിയുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇനിയിപ്പോ ഈ താക്കോൽ ഒരു കീ പോയിന്റായി മാറുകയാണോ? സ്മിത, ഇന്നലെ രണ്ട് പരാതികളാണ്. ഒന്ന് VC മോഹനൻ കുന്നുമ്മൽ നൽകിയ പരാതി, പോലീസ് നൽകിയ പരാതി. മറ്റൊന്ന് മിനി കാപ്പൻ നൽകിയ പരാതി. ഈ രണ്ട് പേരും പരാതി നൽകിയിരിക്കുന്നു. ഒന്ന് രജിസ്ട്രാർക്കെതിരെയാണ് പരാതി. രജിസ്ട്രാർ, സസ്പെൻഷനിലായ രജിസ്ട്രാർ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തു. ഇത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ടാണ് മോഹനൻ കുന്നുമ്മൽ അനിൽകുമാറിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മിനി കാപ്പൻ നൽകിയ പരാതി സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള G മുരളീധരൻ, ഒപ്പം തന്നെ ഷിജു ഖാൻ എന്നിവർക്ക് യോഗത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല, ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ രണ്ടുപേരും പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഈ താക്കോലുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സിൻഡിക്കേറ്റ് ചേംബറിൽ ഇവർ എത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 1 കോടി രൂപ വിനിയോഗിക്കേണ്ട, അടുത്ത 6 മാസത്തിനുള്ളിൽ വിനിയോഗിക്കേണ്ടതായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് 100 കോടി രൂപ വിനിയോഗിക്കാനുള്ള സംബന്ധിച്ചുള്ള യോഗമായിരുന്നു ഇന്നലെ ഓൺലൈനായി മോഹനൻ കുന്നുമ്മൽ ചേർന്നത്. പക്ഷേ ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത രജിസ്ട്രാർക്ക് പങ്കെടുക്കാനുള്ള അവകാശമില്ല, അയാൾ സസ്പെൻഷനിലാണ് എന്ന വാദം ഈ ഓൺലൈൻ യോഗത്തിൽ വെച്ച് തന്നെ മോഹനൻ കുന്നുമ്മൽ ഉന്നയിച്ചു. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ രംഗത്ത് വന്നതോടെ തന്നെ വലിയ തർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ മോഹനൻ കുന്നുമ്മൽ VC യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതോടുകൂടി തന്നെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. യോഗത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് ചേംബറിന്റെ താക്കോൽ അത് സുപ്രധാനമായ യോഗങ്ങൾക്ക് മാത്രം തുറന്നു കൊടുത്താൽ മതി, അല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അവിടെ വന്നിരിക്കാനോ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ TV കാണാനും ഒക്കെ തന്നെ ആ മുറി തുറന്നു കൊടുക്കേണ്ട എന്ന കർശന നിർദ്ദേശം ജീവനക്കാർക്ക് കൊടുത്തു. പക്ഷേ അത് ജീവനക്കാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. ഇതുമായി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.